ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പെറ്റ് സ്റ്റേഷനിലാണ്. 150 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് എടുക്കുന്നതിനോടൊപ്പം നമുക്കൊരു പാസും കൂടെ എക്സ്ട്രാ 50 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഈ പാസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവിയെ കയ്യിലെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കയറി വരുമ്പം തന്നെ നമുക്ക് പുറത്തായിട്ട് ഒരുപാട് കോഴിക്കാർപ്പ് ഫിഷുകളെ കാണാം. കൂടാതെ ഒരു വലിയ ആനയുടെ ഒരു പ്രതിമയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇയാളെയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവിടെയുള്ളൊരു സ്റ്റാഫ് ഒരു കുഞ്ഞൻ എലിക്കുഞ്ഞിനെ മോളുടെ കയ്യിൽ വെച്ച് കൊടുത്തു കേട്ടോ. അവൾക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇയാളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ അരാപ്പയ്മ തന്നെ, ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യം. എന്തു ഭംഗിയല്ലേ കാണാൻ, നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ബേഡ്സിൻ്റെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ, നമ്മുടെ ഒട്ടകപ്പക്ഷി തന്നെ. പുള്ളിക്കാരൻ കുറച്ച് ദൂരെ മാറി അങ്ങ് നിൽപ്പാണ്. ഇത് എമു. തൊട്ടടുത്ത കൂട്ടിലായിട്ട് രണ്ട് വലിയൊരു കാളക്കുട്ടന്മാരും ഉണ്ട്. ഇതേ നമ്മുടെ ഒട്ടകം. ആളെടുത്ത് വരുമ്പം അത്യാവശ്യം കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ സ്മെല്ലൊഴിച്ച് ബാക്കി പെറ്റ് സ്റ്റേഷൻ കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഓരോ വഴികളും അത്രയും വൃത്തിയോടെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. വേറെ ഒരു മൃഗത്തിൻ്റെ കേജിൻ്റെ അടുത്ത് പോകുമ്പോഴും നമുക്ക് ഒരു സ്മെല്ലോ ഒരു ഡിസ്കംഫർട്ടബിളോ ഒന്നും ഉണ്ടാകുന്നില്ല. അത്രയും ക്ലീനായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഈ പെറ്റ് സ്റ്റേഷനിലെ വേറൊരു പ്രത്യേകതയാണ്, ഇവിടെയുള്ള ഫിഷുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. എൻട്രി പാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് തീറ്റയും കൂടി ഇവർ കയ്യിൽ തരും. അത് നമുക്ക് മീനിനെ ഡയറക്റ്റായിട്ട് കൈ ഇട്ടിട്ട് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മീൻ കയ്യിൽ വന്ന് തീറ്റ എടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പോകുന്നവർ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം, അടിപൊളിയാണേ.
പെറ്റ് സ്റ്റേഷൻ്റെ ഉൾവശം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതേ നോക്ക്, ഒട്ടും വേസ്റ്റോ കാര്യങ്ങളോ സ്മെല്ലോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റും. പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഏരിയ പാസ് ചെയ്തേ പറ്റുള്ളൂ. കുട്ടികളെയും കൊണ്ട് പോകുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് സ്റ്റെക്കാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് ടോയ്സ്, വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ്, കീ ചെയിന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് പെറ്റ് സ്റ്റേഷനെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും അവരിടുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം പെറ്റ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബീച്ചാണ്. നമ്മൾ അങ്ങോട്ടേക്കും കൂടെ ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോഴതാ അവിടെ മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള ലഹരി തൂഫാൻ ഫുട്ബോൾ ഷൂട്ടൗട്ട് നടത്തുന്നുണ്ടായിരുന്നേ. അത് കുറച്ച് നേരം കണ്ട് ഒരു കോക്ടെയിലും കുടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.